നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നു? കാരണം ഇതൊരു വിവാദ വിഷയമാണ്. എന്താണ് വിവാദം? പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നത് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നൊരു കാര്യമാണല്ലോ. പിന്നെ ഇതിൽ എന്താണ് ഒരു തർക്കമിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് രണ്ട് വിഭാഗം ചർച്ചകൾ ഇതേ ആശയത്തിൽ നിൽക്കുകയാണ്. ഒരു വിഭാഗം വാദിക്കുന്നത് ഇതാണ്, അതായത് ഈ ഭൂമിയും ഈ ആകാശവും പുതുക്കം പ്രാപിക്കും, റെനോവേഷൻ തിയറിയാണ്, പുതുക്കം പ്രാപിക്കും. വേറൊരു വിഭാഗം പറയാണ്, അല്ല, ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്യും, പുതുതാക്കി, പഴയതിനെ മാറ്റി പുതുതാക്കി കൊണ്ടുവരും. ഇങ്ങനെ രണ്ട് ആശയം ഈ വിഷയത്തിൽ നിൽക്കുകയാണ്. ഉള്ള ഭൂമിയെ പുതുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അല്ല, നിലവിലുള്ള ആകാശവും ഭൂമിയും മാറി പുതിയത് കൊണ്ടുവരുമെന്ന് വാദിക്കുന്ന ആശയവും നിൽക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ ദൈവവചനത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ. കാരണം ഈ രണ്ട് ആശയങ്ങളും ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ട് വിഭാഗങ്ങളും വാദിക്കുന്നത്. നമുക്ക് ഇന്ന് ഈ ചർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത്? വെളിപാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെക്കുറിച്ച് പറയുകയാണ്. പുതിയ ആകാശം, ന്യൂ വൺ, പുതിയ ഭൂമി. ഇതിൻ്റെ അർത്ഥം ഒന്ന്, ദൈവരാജ്യത്തിൻ്റെ നിത്യമായ ഒരു പുനഃസ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് ഇതിലൂടെ ഗ്രഹിക്കാൻ സാധിക്കും. പുതിയത് നൽകുന്നു. അപ്പോൾ ദൈവം പുതിയത് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെളിപാട് പുസ്തകത്തിൽ മാത്രമാണോ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും പറയുന്നത്? അല്ല, പഴയ നിയമത്തിൽ പറയുന്നു, സുവിശേഷങ്ങളിൽ പറയുന്നു, ലേഖനത്തിലും പറയുന്നു. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് പഴയ നിയമത്തിലും കാണാം, സുവിശേഷത്തിൽ കാണാം, ലേഖനത്തിൽ കാണാം. അപ്പോൾ ഇവിടെയെല്ലാം ദൈവവചനത്തിൽ എല്ലാ ഭാഗത്തും നമുക്ക് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെക്കുറിച്ചും വളരെ സ്പഷ്ടമായ തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. പല കാര്യങ്ങൾ നമ്മളിതിലൂടെ കടന്നു പോകുമ്പോൾ പഠിക്കേണ്ടത് എന്താണ് പുതിയ ആകാശം പുതിയ ഭൂമി, ഇനി അതിൻ്റെ ഒരു നേച്ചർ എന്തായിരിക്കും, ആരൊക്കെയാണ് ഇതിൽ വസിക്കുക എന്നുള്ള ചിന്തകളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു ഈ വിഷയം പഠിക്കുമ്പോൾ. സ്തോത്രം ചെയ്ത് നമുക്ക് സ്തുതിക്കുക. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. വെളിപാട് പുസ്തകം, വെളിപ്പാട് എന്നും എഴുതുന്നുണ്ട് ചിലരിങ്ങനെ യൂട്യൂബിലൊക്കെ കമൻറ്റ് എഴുതുന്നു, വെളിപാടല്ല വെളിപ്പാടാണ്. ഓക്കെ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. യോഹന്നാൻ പറയാണ്, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കാണുകയാണ്. അടുത്തത്, ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും ആകാശവും കടന്നുപോയി. ആദ്യത്തേത് കടന്നുപോയി, ഞാൻ പുതിയത് കാണുകയാണ്. പിന്നെ കടലും അപ്രത്യക്ഷമായി. യോഹന്നാൻ കാണുകയാണ് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി. ഇത് വളരെ വ്യക്തമായിട്ട് പറയാണ്, പുതിയതാണ് താൻ കാണുന്നത്. അപ്പം ആദ്യത്തേത് കടന്നുപോയതിനെ പറ്റി പറയുന്നത് താൻ പുതിയത് കാണുകയും ചെയ്യുന്നു. സ്തോത്ര, ഹല്ലേലൂയ. സമുദ്രവും അതിനകത്ത് ഇല്ല. ഇവിടെ നമുക്ക് ഒരു വചനഭാഗം കൂടെ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 20:11. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. ഒരു വലിയ സിംഹാസനം കണ്ടു, ഇരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. ഓടിപ്പോയി. അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. ഒരു സങ്കേതവും ഇല്ലാത്ത തരത്തിൽ ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവർക്കൊരു സങ്കേതം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും തങ്ങി ഒളിച്ചു മാറി നിന്നല്ല, ഓടിപ്പോയി, ഡിസപ്പിയർഡ്. അവർക്ക് ഒരു സങ്കേതവും കണ്ടില്ല. അപ്പൊ യോഹന്നാൻ രണ്ട് തരത്തിൽ ഇത് കാണുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയത് മാറിപ്പോയി. ഇതാ പരിശുദ്ധനായവന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ ഇതാ ഒന്നും കൂടെ സംഭവിക്കണം. ഒന്ന്, ഭൂമി ആകാശം ഓടിയകന്നു. ഒന്നുകൂടെ വായിക്കാമോ? 20:11. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവന്റെ സന്നിധിയിൽ നിന്ന് പാപകരമായ ഭൂമിയും ഇവിടുത്തെ സകല സാന്നിധ്യങ്ങളും ഓടിയകന്നു. അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. സ്തോത്രം ചെയ്തു. ഇവിടെ നമുക്ക് ഭൂമിയും ആകാശം എന്ന് പറയുമ്പോൾ പലരും വാദിക്കാറുണ്ട്. നമുക്കറിയാം, പഠനം അങ്ങനെ തന്നെയാണ്. ആകാശം
എന്നതിൻ്റെ മൂലപദത്തിൽ ആകാശത്തെ സൂചിപ്പിക്കുന്ന സ്വർഗം എന്ന് പറയും. എന്നാൽ എബ്രായ ഭാഷയിൽ സ്വർഗത്തെയും ആകാശമണ്ഡലത്തെയും അല്ലെങ്കിൽ സ്വർഗത്തെ, ആകാശത്തെ, നക്ഷത്രമണ്ഡലത്തിൽ ഇവയെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പോൾ വചനത്തിൽ പറയുന്ന എല്ലാ ആകാശവും സ്വർഗത്തെ തന്നെയാണോ പറയുന്നത്? ഇപ്പം നമുക്കറിയാം 2 കൊരിന്ത്യർ 12:2 അപ്പോസ്തലനായ പൗലോസ് 3-ാം സ്വർഗം വരെ പോയി എന്ന് പറയുന്നുണ്ട്. ദൈവിക സ്വർഗം, അവിടെയും ഈ ടേം തന്നെ പറയുന്നത്, അവിടെയും ദൈവിക സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസ് 3:7-13 മുകളിൽ കാണുന്ന ആകാശത്തെക്കുറിച്ച് പത്രോസും പ്രതിപാദിക്കുന്നത്. ഇവിടെ അല്ല, ഹീബ്രു ഭാഷയിൽ ആകാശം എന്ന് പറയുന്നത് ടേം ഒറ്റ ടേം തന്നെയാണ്. അപ്പോൾ സ്വർഗത്തെയും ആകാശം എന്ന് പറയുന്നുണ്ട്, ആകാശം നക്ഷത്ര സമൂഹത്തെയും ആകാശമണ്ഡലം എന്ന് പറയുന്നുണ്ട്, നമ്മൾ കാണുന്ന സ്കൈ, ഇതെല്ലാം ആകാശം തന്നെയാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഒരു വാക്ക് തന്നെ, ഒരേ വാക്ക് തന്നെയാണ് ഹെവനെയും സ്പേസിനെയും സ്കൈനെയും എല്ലാം ഉപയോഗിക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വചനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. വെളിപാട് പുസ്തകം 21-1 അധ്യായം 21:1. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഒരു പുതിയ ആകാശം, പുതിയത്, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. അതിന് ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കാണുന്നത് പുതിയ, പക്ഷെ ആദ്യത്തെ ആകാശം ആദ്യത്തെ ഭൂമി, ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച ആകാശവും ഭൂമിയും. ഉൽപ്പത്തി 1:6-7 പറയുമ്പോൾ നമുക്കറിയാം, വിധാനം ആയിട്ട് നമുക്ക് വിധാനത്തെ, ആകാശം എന്ന വിധാനത്തെ സൃഷ്ടിച്ചു. മുകളിലും താഴെയുമുള്ള ജലത്തെ കാണാം. ദൈവം അങ്ങനെ ആ ആകാശ ഭൂമി സൃഷ്ടിച്ച ഉൽപ്പത്തി 1:1 തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. പാപം നിറഞ്ഞ ഭൂമി. എന്തിനാ ദൈവസന്നിധിയിൽ നിന്ന് ഈ ഭൂമി ഓടി അകലുന്നത്? ഉൽപ്പത്തി 3:17 നമുക്കൊന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി 3:17. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നത് എന്തുകൊണ്ട്? തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടു. നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടു. അപ്പോൾ ഈ ഭൂമി ശപിക്കപ്പെട്ടതാണ്. ശാപം നിറഞ്ഞതിനെ, പാപം നിറഞ്ഞതിനെ, കളങ്കമായതിനെ മാറ്റിക്കളയുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ ഭൂമി നോഹയുടെ കാലഘട്ടം വരെ ഇവിടെ തിന്മ നിറഞ്ഞപ്പോൾ ഫ്ലഡ് നിറഞ്ഞതിനെ കഴുകി വിശുദ്ധീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പാപം നിറഞ്ഞതിനെ കഴുകുന്ന ഒരു ദൈവമുണ്ട്. നോഹയുടെ കാലഘട്ടം പ്രളയത്താൽ ഇവിടെയുള്ള അശുദ്ധികളെ കഴുകി ശുദ്ധീകരിച്ചൊരു പുതിയ ഭൂമിയെ, അപ്പോൾ കഴുകുന്ന, പഴയതിനെ മാറ്റി ഒന്ന് പുതുതാക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. അന്ന് പാപം നിറഞ്ഞ ഭൂമിയെ ഫ്ലഡ് കൊണ്ട് കഴിയെങ്കിൽ ഇതാ ഇപ്പോൾ ഒരു പാപം നിറഞ്ഞൊരു ഭൂമിയുടെ അവസ്ഥ നമുക്കറിയാം. നിലവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണ്? യേശു പറഞ്ഞു, ആ നാളുകളിൽ നോഹയുടെ കാലഘട്ടം പോലെയാകും താൻ വരുമ്പോൾ. വിവാഹം കഴിപ്പിച്ചു കൊടുത്തും അശുദ്ധി നിറഞ്ഞ തിന്മയുടെ ഭൂമി, ഈ ഭൂമിയെ മാറേണ്ടിയിരിക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ഹെബ്രായരുടെ പുസ്തകം 12-ാം അധ്യായം 26-27 വാക്യങ്ങളോടെ നമുക്കൊന്ന് പോകാം. ഹെബ്രായർ 26-27. അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെയും ആകാശത്തെ ഇളക്കും. വാഗ്ദാനം ചെയ്യും. ഒന്നുകൂടെ വായിക്കാം. അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണമേ, ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് ഇളക്കുമെന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഭൂമിയെ ഇളക്കും, ആകാശത്തെയും ഇനിയെ ഇളക്കും. അതൊരു വാഗ്ദാനം ചെയ്യുകയാണ്. അന്ന് ഇളക്കിയ പോലെ ഇനിയും ഞാൻ ഇളക്കും. ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കും. എന്നാൽ ഇളകാത്തൊന്നുണ്ട്. അതെന്താണ്? 28-ാം വാക്യം ഒന്ന് വായിക്കാം. നിത്യമായ ഇളകാത്തൊന്നുണ്ട്. അതെന്താണ്? സുസ്ഥിരമായ ഒരു രാജ്യം സുസ്ഥിരമായ ഒരു രാജ്യമുണ്ട്.
സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമുക്ക് സന്തോഷിക്കേണ്ടത് ഇളകാത്തൊരു രാജ്യം, നമുക്ക് ദൈവരാജ്യമുണ്ട്, അതിലാണ് സന്തോഷിക്കേണ്ടത്. ഈ ആകാശവും ഈ ഭൂമിയും ഇനി ഞാൻ ഇളക്കും. എബ്രായരുടെ പുസ്തകം നമ്മൾ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ഇളക്കിയിരിക്കും. എന്നാൽ ഇളകാത്ത സുസ്ഥിരമായ ഒന്നുണ്ട്, ദൈവരാജ്യത്തിലാണ് നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് ഈ ഭൂമിയെയാണ് ഇളക്കുന്ന, ഇത് പുതുക്കാൻ പോവുകയാണോ അതോ പുതിയതാക്കി തരുകയാണോ? നമുക്ക് വചനത്തോട് തുടർന്ന് മുന്നോട്ട് പോകാം. യേശുവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ തിന്മയുടെ സ്വഭാവങ്ങൾ അധിവസിക്കുന്ന ഭൂമി ഇനിയും പുതുതാക്കി മാറ്റുമോ? ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പലപ്പോഴും. ഇവിടെ തിന്മകൾ വിളയാടിക്കൊണ്ടിരിക്കുക. ഓരോ ദേശങ്ങളും അന്ധകാരം ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. നീ രാജാവാണോ? ഇവിടെ കാണുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നു എന്റെതല്ല. എൻ്റെ രാജ്യം ഇതായിരുന്നെങ്കിൽ ദൂതന്മാർ എനിക്ക് വേണ്ടി പൊരുതുമായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞ തൻ്റെ രാജ്യം എവിടെ? ഇത് എന്താണെങ്കിൽ പൊളിക്കാൻ ഞാൻ ഇതിനെ ഇളക്കുമെന്ന് യേശു പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ ആയിരുന്നെങ്കിൽ യേശു ഞാൻ ഇത് പൊളിക്കത്തില്ല, ഇതിനെ ഞാൻ പണിയുമെന്ന് പറയും. പക്ഷെ ഇത് പൊളിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. യേശുവേ സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 65 അധ്യായം അതിൻ്റെ 17 വാക്യത്തിൽ പോകുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ പുതിയ ആകാശത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. യെശയ്യാ പ്രവചനം 65:17. ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവം പറയും, ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ പോവുകയാണ്. സന്തോഷത്തോടെ ജനങ്ങൾ വസിക്കുന്ന, വിലാപങ്ങളില്ലാത്ത ഒരു നഗരം പഴയ നിയമത്തിൽ കണ്ടു. പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയെ കുറിച്ചുള്ള വാഗ്ദാനം. ആമേൻ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ നിന്ന് സുവിശേഷത്തിൽ വരുമ്പോൾ, ഇതാ കർത്താവായ യേശുക്രിസ്തു തൻ്റെ നാവിലൂടെ പ്രസംഗിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24, 35, 36 വാക്യങ്ങൾ. മത്തായി 24:35, 36 വാക്യങ്ങൾ. ആകാശവും ഭൂമിയും കടന്നു പോകും. ആകാശവും ഭൂമിയും കടന്നു പോകും. ആകാശവും ഭൂമി കടന്നു പോകാനുള്ളതാണ്. യേശു പറയും ഇത് കടന്നു പോകും, ഇവിടെ ഉള്ളതല്ല. യേശു പറഞ്ഞതിന്റെ അപ്പുറം ഉണ്ടോ? സൃഷ്ടിച്ചവൻ പറയാ ഇത് കടന്നു പോകുമെന്ന്. ഇത് കടന്നു പോകാനുള്ളതാണ്. ആകാശം നീ കടന്നു പോകും, ഭൂമിയെ നീ കടന്നു പോകുമെന്ന് സൃഷ്ടാവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഒന്നുകൂടെ വായിക്കാം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഹല്ലേലൂയ. ആ ദിവസത്തെ കുറിച്ചോ, ആ ദിവസം കടന്നു പോകുന്ന ഒരു ദിവസത്തെ കുറിച്ച്, അങ്ങനെ ഒരു ദിവസമുണ്ട്. 36 നമ്മളോട് പറയാം, അങ്ങനെ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ചോ, മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, അത് ദൈവത്തിന്റെ ഹിതമാണ് ആ ദിവസം. അപ്പോൾ ആ ദിവസം ആകാശവും ഭൂമിയും കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം തൃത്വത്തിന് നിശ്ചയമുണ്ട്, വേറെ ആർക്കും അറിയത്തില്ല. ഇതാണ് അതിന്റെ പൂർണ്ണരൂപം. അപ്പോൾ യേശു പറയാണ്, ആകാശവും ഭൂമിയും കടന്നു പോകും, അതിനൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് കടന്നു പോകാൻ. യേശുവേ ആരാധന. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ലേഖന വേദഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം വായിച്ചു വെളിപാട് പുസ്തകം 20:11 നമുക്ക് വായിച്ചു. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. വെളിപാട് 20:11. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. ആമേൻ. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുന്നിൽ നിന്ന് കളങ്കമുള്ള ഭൂമിയെ, ആകാശമണ്ഡലമേ, അത് നീ ഓടിപ്പോയേ മതിയാകത്തുള്ളൂ. അത് ന്യായവിധിയുടെ മുമ്പിൽ അശുദ്ധിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. അത് ഓടിയകന്ന് പോകുന്നത് കാണാൻ സാധിക്കും. യേശുവേ ആരാധന. ഇനി ലേഖന വേദഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഇതിനെക്കുറിച്ച് എപ്രകാരമാണ് പറയുന്നത് നമുക്ക് വളരെ ആ വചനഭാഗത്തിലൂടെ ഒന്ന് ധ്യാനിക്കാം. 2 പത്രോസ് 3 അധ്യായം അതിൻ്റെ 7 വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 3:7. വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിന്റെയും ദിനത്തിൽ, നിന്റെ വിധിയുടെ ദിവസത്തിൽ, നിന്റെ നാശത്തിന്റെ ദിവസത്തിൽ അഗ്നിക്ക് ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ, അതേ വിധിക്ക് വേണ്ടിയിട്ട് അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുകയാണ്. ഒതുക്കളെ നമുക്ക് 3:7 വായിക്കുമ്പോൾ, വിധിയുടെയും ദുഷ്ട മനുഷ്യരുടെ നാശത്തിന്റെ ദിനത്തിൽ
അഗ്നിക്ക് ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും, ആകാശമേ ഭൂമിയെ നീ അഗ്നിക്കിരയാകും. ദുഷ്ട മനുഷ്യരോടൊപ്പം തന്നെ നാശത്തിന് ആകാശവും ഭൂമിയും അഗ്നിക്കിരയാകും. അഗ്നിക്കിരയാകും. ഇതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് ഈ ഭൂമിയെ ഒന്നും കൂടെ തീയിലിട്ട് പുതുക്കും എന്ന് വ്യാഖ്യാനിക്കുന്ന വിഭാഗമുണ്ട്. നമുക്കറിയാം, ഈ ജഹോവ വിറ്റ്നസ് പോലുള്ള ടീം വിഭാഗങ്ങൾ അവർ ഇതിനെ ന്യായീകരിക്കാൻ പറയുന്നത് പൂർണ്ണമായ ഉദിക്കുമ്പോൾ അപൂർണമായ അസ്തമിക്കുമെന്ന് 1 കൊരിന്ത്യർ 13:10 വാക്യമെടുത്തിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പൂർണ്ണമായ വരും, അപൂർണമായ ഭൂമി അസ്തമിക്കും, ഇതിനെയാണ് അവർ പറയുന്നത്. പക്ഷെ എന്താണ് ആ വാക്യത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനാർത്ഥം? കർത്താവിൻ്റെ കൃപാവരങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരദാനങ്ങൾ, ജ്ഞാനം, ഇങ്ങനെയുള്ള വരദാനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശു പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ സ്വർഗീയ സാന്നിധ്യത്തിൽ എത്തുമ്പോൾ, പൂർണ്ണമായ ദൈവ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ തന്ന ഗിഫ്റ്റിനേക്കാൾ വലുതാണ് യഥാർത്ഥമായി നമ്മൾ അവൻ്റെ സന്നിധി ചെല്ലുമ്പോൾ, പൂർണ്ണതയിലേക്ക് ചെല്ലുമ്പോൾ ഭൂമിയിലുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്നതിനേക്കാൾ വലുതാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഈ വചനഭാഗം എടുത്തിട്ട് അവർ വ്യാഖ്യാനിക്കുന്നില്ല, ഈ ഭൂമിയിൽ പൂർണ്ണത വരുമ്പോൾ പഴയതെല്ലാം മാറ്റും. അതെങ്ങനെ ശരിയാകും? അഗ്നിയാൽ കത്തിക്കുമെന്ന് തന്നെ പറയുമ്പോൾ ഇതെങ്ങനെ ശരിയാകും? സ്തോത്ര, ഹല്ലേലൂയ. നമുക്ക് 2 പത്രോസ് 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 3:10. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിനം, ശ്രദ്ധിക്കണമേ, കർത്താവിന്റെ ഒരു ദിനം വരുന്നുണ്ട്. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ, കർത്താവിന്റെ ദിനത്തിൽ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. വായിച്ചോ. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമി മാത്രമല്ല, ഭൂമിയുടെ കണ്ടൻസ്, എവരിത്തിങ്. നമ്മൾ ഔട്ടർ കോർ ഓഫ് ദ എർത്ത് വിൽ ബേൺ, ഇന്നർ അല്ല, ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തി ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. കത്തിക്കാനിട്ടിരിക്കുക. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ ഇതിനെ പുതുക്കും അല്ല. യോഹന്നാൻ പറയാ, പുതിയത് ഞാൻ കാണുന്നു. അപ്പൊ കത്തിച്ചതിനെ പുതുതാക്കി എടുക്കൂ. ഇവിടെ സിംഹാസനത്തിന്റെ മുൻപിൽ നിന്ന് പുതിയ ആകാശം ഭൂമി ഓടിയകുന്നു. ഓടിപ്പോയത് പിന്നെ തിരിച്ചു വരുമോ? ഇതാ ചോദ്യം. ഭൂമിയും മൂലപദാർത്ഥം നമുക്കൊന്നുകൂടെ വായിക്കാം. 2 പത്രോസ് 3:10 ഒന്നുകൂടെ വായിക്കാം. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകുമെന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്രത്യക്ഷമാകുന്ന പിന്നെയും വരുമോ? ഭൂമിയും സകല മൂലപദാർത്ഥങ്ങൾ ഉൾപ്പെടെ കത്തി നാശമാകും. സ്തോത്ര, ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു. അതിൻ്റെ 2 പത്രോസ് 3:13 കൂടെ നമുക്കൊന്ന് വായിക്കാം. താഴോട്ട് വായിക്കുമ്പോൾ, നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാവോ? നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. നമ്മൾ വാഗ്ദാന പ്രകാരം കാത്തിരിക്കുകയാണ്. നീതി നിവസിക്കുന്ന പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയും. പഴയത് കത്തി, ആകാശം വലിയ ശബ്ദത്തോടുകൂടി അപ്രത്യക്ഷമാവുന്ന പറയുന്നത്. ഭൂമിയും മൂലപദാർത്ഥങ്ങളെല്ലാം കത്തി നാശമാകും. പുതിയത് വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കണം. അപ്പോൾ ഇതിനെ പുതുക്കി, ഇതിനെ ചുട്ടെടുത്ത്, ഇതിനെ തേച്ച് പോളിഷ് ചെയ്ത് അല്ല പറയുന്നത്, പുതിയത് നാം കാണും. സ്തോത്ര, ഹല്ലേലൂയ. തർക്ക വിഷയക്കാരിങ്ങനെ പറയുന്നത്, റെനോവേഷൻ തിയറിക്കാരിങ്ങനെ പറയുന്നത്, ഇപ്പോൾ ഉള്ളത് പുതുക്കം പ്രാപിക്കും. എന്നാൽ റീപ്ലേസ്മെന്റ് തിയറി, അതായത് പുതിയത് വരും, പഴയതിനെ മാറ്റി പുതിയത് വരും. ഇങ്ങനെ 2 വിഭാഗം നിലനിൽക്കുന്നു. ഏത് ആശയത്തെയാണ് ദൈവവചനം സപ്പോർട്ട് ചെയ്തതെന്ന് കേൾവിക്കാർക്ക് ഈ വചനത്തിലൂടെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എപ്രകാരമാണെന്ന് ആത്മാവ് വെളിപ്പെടുത്തി തരട്ടെ. സ്തോത്ര, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം വെറും ഒരു അപ്പോക്കലിപ്റ്റിക് സാഹിത്യ ശൈലി മാത്രമല്ല. അപ്പോസ്തലനായ യോഹന്നാന്റെ മുൻപിൽ മാറിൽ പൊൻകച്ച കെട്ടി, സ്തോത്ര, ഹല്ലേലൂയ, യേശു തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എപ്പോഴും നമ്മൾ
ഈ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്. പത്മോസിൽ കടലിലേക്ക് ഫേസ് ചെയ്യുന്ന ആ വലിയ തുരങ്കമേ, ആ വലിയ ഗുഹയെ നിന്റെ അകത്ത് ധ്യാനിച്ചിരിക്കുമ്പോഴാണല്ലോ യേശു മുന്നിൽ വന്ന് നിന്നത്. ആ വിശ്വരൂപം കണ്ടിട്ട് മോഹാലസ്യപ്പെട്ട് വീഴുന്ന യോഹന്നാനെ കണച്ചിരിക്കും. താൻ ചാരിക്കിടന്ന നാഥൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്നവനാ. എന്നാൽ അവൻ്റെ മുമ്പിൽ ആ ദൈവം നിൽക്കുമ്പോൾ അവൻ ഭയപ്പെട്ട് താഴെ വീഴുക. യേശു ദൈവമല്ല എന്ന് വാദിക്കുന്നവരോട് ഇതിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യൂ. യേശു ജീവനുള്ള ദൈവമാണ്. അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, യോഹന്നാനെ കയറി വരൂ, നീ കണ്ടവ എഴുതൂ, രേഖപ്പെടുത്തൂ. താൻ കണ്ടത് കേട്ടത് യോഹന്നാൻ എഴുതി വെക്കുകയാണ്. അതൊരു അപ്പോക്രിഫിക് സാഹിത്യം മാത്രമല്ല, തൻ്റെ കണ്ടത് എഴുതി വെക്കുന്നു, കേട്ടത് എഴുതി വെക്കുന്നു. ഇതാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിൽ അവൻ പറയുകയാണ്, സ്തോത്ര ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിന് മുൻപിൽ നിന്ന് ഓടിയകലുന്ന പഴയ ഭൂമി ആകാശവും. ഈ പുതുതാക്കി മാറ്റും എന്ന്, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് തിയറി, പുതിയത് വരും എന്ന് വാദിക്കുന്നവർ കൂടുതൽ എടുക്കുന്ന ഒരു വേദഭാഗം പത്രോസിന്റെ ലേഖനം തന്നെയാണ്. നമ്മൾ നേരത്തെ 2 പത്രോസ് 3:10 നമ്മൾ വായിച്ചു. ഒന്നുകൂടെ വായിക്കാം. 2 പത്രോസ് 3:10 അധ്യായം. 3:10 3-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. ആമേൻ. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. ആകാശം അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഭൂമി സമസ്തവും കത്തി നശിച്ചാൽ കത്തിന്റെ റിമൈനിങ്സ് എടുത്തിട്ടല്ല പിന്നെ വെക്കുന്നത്. അപ്രത്യക്ഷമാകുന്ന ആകാശത്തിന്റെ പഴയത് എടുത്തിട്ടല്ല വീണ്ടും വെക്കുന്നത്. അപ്പോൾ പുതിയത് വരുമെന്ന് വാദിക്കുന്നവരെല്ലാം പത്രോസിന്റെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വാദിക്കുന്നത്. പഴയതല്ല വെക്കുന്നത്, പുതിയതാണ് കൊണ്ടുവരുന്നത്. കാരണം വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടന്ന്, വലിയ സ്ഫോടനത്തോടെ ആകാശം അപ്രത്യക്ഷമാകുകയാണ്. ഭൂമി കത്തിക്കാനുള്ളതാ. ഭൂമിയിൽ ഇന്ന് തിന്മകൾ പെരുകുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതെല്ലാം നശിപ്പിക്കാനുള്ളതാ. സ്തോത്ര ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമി ആണ് വരുന്നതെന്ന് അങ്ങനെ വാദിക്കുന്നവർ ബേസ്മെന്റ് ചെയ്യുന്ന വചനഭാവം ഇതാണ്. പത്രോസിന്റെ ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് അവർ പറയുന്നത് പുതിയത് വരും. 2 പത്രോസ് 3-ാം അധ്യായം 5 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? 2 പത്രോസ് 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അന്നത്തെ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നും ഉള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു. വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിന്റെയും ദിനത്തിൽ അഗ്നിക്ക് ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചതാ. എന്നിട്ട് ഇവന്മാരൊന്നും നന്നായില്ല. എന്നിട്ടും ഭൂമിയിൽ പാപങ്ങൾ തിന്മയും പെരുകി മ്ലേച്ഛതയോടെ നിറഞ്ഞതാ. ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയെ നീ എന്നെ വിചാരിച്ച് ദൈവത്തെ വെല്ലുവിളിക്കാമെന്നോ? ദൈവരാജ്യത്തെ പുച്ഛിച്ച് വിശുദ്ധന്മാരെ നശിപ്പിച്ചവരെ നിങ്ങളിങ്ങനെ വാഴുമെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. നീ ആധിപത്യം പുറത്തെ ഭൂമിയിൽ വെട്ടിപ്പിടിച്ചല്ലോ. ക്രിസ്തീയ വിശ്വാസികളെ കൊന്ന് അവരുടെ ഭവനങ്ങൾ നീ നശിപ്പിച്ചല്ലോ. ആരാധിക്കാൻ ഇരിക്കുന്നവരുടെ കൂടിച്ചേർന്നിരിക്കുന്ന ആലയങ്ങളെ നശിപ്പിച്ച് നീ തീ വെച്ച് അവരെ ദ്രോഹിക്കുമ്പോൾ നീ എന്നെ ഓർത്ത്, ഞങ്ങളുടെ ഭവനം ഇവിടെ അല്ല, വിശ്വാസികളുടെ ഭവനം ഇവിടെ അല്ല, ഇവിടെ പൊളിക്കാനിട്ടിരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുക, ഇത് കത്തിക്കാണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദേശം ഇവിടെയല്ല. സ്തോത്ര ഹല്ലേലൂയ, യേശുവേ ആരാധന. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. അവർ ഭൗമിക കാര്യത്തിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ പൗരത്വം, എന്നാൽ നമ്മൾ വിശ്വാസിയെ, നിന്റെ പൗരത്വം, നിന്റെ വീട് ഇവിടെയല്ല, എവിടെയാ? സ്വർഗത്തിലാണ്. സ്വർഗത്തില. പൊളിക്കാനിട്ടിരിക്കുന്നിടത്തല്ല നിന്റേത്. നിന്റെ പൗരത്വം, നിന്റെ സിറ്റിസൺഷിപ്പ് അത് ഹെവനിലാണ്, ദൈവരാജ്യത്തിലാണ്. ദൈവത്തിന്റെ രാജ്യം ഇവിടെയല്ല. വെളിപ്പാട് പുസ്തകം 21-ന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട്, ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 verse 2. ചാപ്റ്റർ 21 verse 2, 21-ന്റെ 2. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം, വിശുദ്ധ നഗരം, പുതിയ ജെറുസലേം സ്വർഗ്ഗത്തുനിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കാണുകയാണ്. ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കാണുക. ഇവിടത്തെ കാര്യമല്ല പറയുന്നത്, അവിടത്തെ കാര്യ. ഇവിടെ പുതിയത് പണിയുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക പുതിയ ജെറുസലേം. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ദൈവം വസിക്കുന്ന കൂടാരം. അടുത്തത്, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. മനുഷ്യരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും.
സ്വർഗീയ ജെറുസലേം. അതിന്റെ കൊത്തളങ്ങൾ 12 അപ്പോസ്തലന്മാരുടെ നാമത്തിൽ വൈഡൂര്യം, പുഷ്ടരാഗം, മാണിക്യം, മരതകം എന്നിവയിൽ അലങ്കൃതമായ പുതിയ നഗരം. അത് ഇവിടത്തെയല്ല, അത് പുതിയതാ, അത് വലുതാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാ. ദൈവത്തിന്റെ കൂടെ വസിക്കേണ്ടവർ അവിടെയാണ് താമസിക്കേണ്ടത്. അത് ഇവിടത്തെ പൊളിച്ചിട്ട് പുതിയത് പണിതിനെ പറ്റിയല്ല പറയുന്നത്. യേശുവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്വർഗീയ ജെറുസലേമിനെ കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവം നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. യേശുവെ ആരാധിക്കുന്നു. ഇവിടെ പുതിയ പഴയ ഭൂമിയെ ഒന്ന് പോളിഷ് ചെയ്ത് പുതുക്കിയെടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. പഴയ ഭൂമിയെ ഒന്ന് തട്ടി പൊടി മാറ്റി പുതുതാക്കി അതിനെ തന്നെ കൊണ്ടുവന്ന കാര്യമല്ല. ഇത് കത്തിക്കും. ആകാശമേ അത് മാറിപ്പോകും. ഇത് കത്തിക്കാനുള്ളതാണ് ദൈവവചനം പറയുക. ഇവിടെ ചില ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി തന്നെയാണോ എന്ന് വാദിക്കുന്നവർ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. 1 തെസ്സലോനിക്കർ 3:13 ആണ് നമുക്കൊന്ന് വായിക്കേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ എവിടെന്ന് വിശുദ്ധരോട് കൂടെ വരുമ്പോൾ എവിടെന്നാ വരുന്നത്? ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 3:13. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധരോട് വരും. എവിടെന്ന് വരും? വാനമേഖല വിശുദ്ധരോടുകൂടെ വരും. അപ്പൊ അവര് ഭൂമിയിൽ നിന്നല്ല വരുന്നത്, യേശു വിശുദ്ധരോട് വരുമെന്ന് തന്നെ പറയുന്നത്. 1 തെസ്സലോനിക്കർ 4:16 നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 4:16. ഈ ഭൂമി തന്നെ ആണെങ്കിൽ ഇവർ വരുന്നത് എവിടെ നിന്നാണ്? ഇതാണ് ഈ ഭൂമിയെ റിനോവേഷൻ ചെയ്യുമെന്ന് വാദിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. 1 തെസ്സലോനിക്കർ 4:16. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും അധികാരപൂർണമായ വചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ശബ്ദത്തോടുകൂടി ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വിശുദ്ധന്മാരുടെ കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവരെ ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും വായിച്ചോ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. പുതിയ പഴയ ഭൂമി കിടക്കാനല്ല നിന്നോട് പറയുന്നത്, നീ മേഘങ്ങളിൽ സംഭവിക്കപ്പെടുമെന്ന്. ഈ ഭൂമിയിലല്ല, നീ മേഘങ്ങളിൽ യേശുവിനോട് സംഭവിക്കപ്പെടും. പുതിയ ഭൂമി പുതുക്കുമെന്ന് പറയുന്നവരോട് ചോദിക്കുക, ഇത് അങ്ങോട്ടാ ഈ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് വചനം പറയുന്നത്. മേഘങ്ങൾ എടുക്കപ്പെടുമ്പോൾ അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. മേഘങ്ങൾ എടുക്കപ്പെട്ടവർ ദൈവത്തോടു കൂടെ. ഇവിടെ അല്ല, അവൻ മേഘങ്ങൾ എടുക്കപ്പെട്ടവർ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ ആരാധന. മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. ഈ പഴയതിൽ കിടന്ന് ഉരുളാനല്ല പറയുന്നത്, നീ പുതിയതിൽ മേഘങ്ങൾ എടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ കൂടെ വിശ്വാസിയെ അവന്റെ കൂടെ നീ വാഴും. 1000 ആണ്ട് വാഴ്ചയൊക്കെയുണ്ട്. യേശുവിന്റെ കൂടെ വാഴേണ്ട കാലഘട്ടം ഇവിടെ കിടന്നല്ല. പുതിയത്. ഞാൻ പോകുന്നു വാസസ്ഥലങ്ങൾ. ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അവ ഒരുക്കാൻ ഞാൻ പോവുകയാ. അവ ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെ കിടത്തുന്നല്ല, കൂട്ടിക്കൊണ്ട് പോകും. യോഹന്നാൻ 14. നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും. വചനം നമ്മുടെ ശക്തിയോടെ സാക്ഷ്യപ്പെടുത്തി കൂട്ടിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. ആർക്കൊക്കെയാ ഈ പുതിയ ഭൂമിയും പുതിയ ആകാശത്തിലൊക്കെ അവകാശപ്പെടാൻ ആർക്കൊക്കെ സാധിക്കുന്നത്? വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ, എന്നാൽ കുഞ്ഞാടിന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയപ്പെട്ടവർക്ക് മാത്രമേ ഇതിനകത്ത് അവകാശമുള്ളൂ. ആർക്ക് കയറാൻ സാധിക്കത്തില്ല. 21-8 വായിക്കാവോ? വെളിപാട് 21-8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവും. തീക്കുണ്ടത്തിലായിരിക്കും അശുദ്ധരുടെ തിന്മയിൽ ജീവിക്കുന്നവരുടെ ഓഹരി. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ കരങ്ങളിൽ കുഞ്ഞാടിനോടൊത്ത് ജീവിക്കുന്നവർ അവിടുത്തെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ജീവന്റെ വചനത്തെ ഗ്രന്ഥത്തിൽ പേരുള്ളവരായ നാം ഓരോരുത്തരും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലാണ് ജീവിക്കേണ്ടത്. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ,
പഴയതിനെ പുതുക്കിയെടുത്തിട്ട് താമസിപ്പിക്കുന്ന ഒന്നല്ല നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതിയത് നൽകുന്ന, ഞാൻ ഒരുക്കുന്ന വാസസ്ഥലം, യേശു ഒരുക്കിയ പുതിയ നിയമസഭയുടെ പുതിയ വാസസ്ഥലം, അവിടെ ദൈവത്തോടൊപ്പം വാഴും. അവിടെ പ്രകാശം, അവിടെ സൂര്യൻ്റെ ചന്ദ്രനില്ല, കുഞ്ഞാട് തന്നെ ആയിരിക്കും അവിടുത്തെ പ്രകാശം. അവനോടൊത്ത് വസിക്കേണ്ട ആ ദിവസത്തെക്കുറിച്ച് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഭൂമിയിലായിരുന്നെങ്കിൽ യേശു പറഞ്ഞു ഇവിടെ ഞാൻ വാഴണം. പക്ഷേ യേശു പറഞ്ഞു ഇതെൻ്റെതായിരുന്നെങ്കിൽ ദൂതന്മാർ എനിക്ക് വേണ്ടി പോരാടും. എൻ്റെ രാജ്യം ഇവിടെ കാണുന്ന ഈ മെറ്റീരിയലിസ്റ്റ് സ്ഥലമല്ല, എൻ്റെ രാജ്യം വേറെയാണ്. നമ്മൾ അവിടുത്തെ പൗരന്മാരാണ്, ഇവിടത്തെ അല്ല. ക്രിസ്തുവിനോട് കൂടെ ചേർന്നവർ അവിടുത്തെ പൗരന്മാരാണ്. ആ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ ബ്ലെസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന.